നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല. സുശീലയും ഹർഷയും കൂടി ഹർഷയുടെ കാറിൽ സുശീലയുടെ വീട്ടിലേക്ക് വരുന്നു. സുഖമില്ലാതെയിരിക്കുന്ന നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് വന്നതെന്ന് സോന ചോദിക്കുന്നു. ഞാൻ വെറുതെ വന്നതാണ്, അവിടെ ഇരുന്ന് ബോറടിച്ചതുകൊണ്ട് സുശീലാൻ്റിയുടെ കൂടെ വന്നതാണെന്ന് ഹർഷ പറയുന്നു. പ്രതിഭയോട് ഹർഷ കുഞ്ഞുപോയ വിഷമം പങ്കിടുന്നു. കുഞ്ഞിനെ ഇല്ലാതാക്കിയ സുശീലയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച് അവൾ തന്നെ പ്രതിഭയെ ആശ്വസിപ്പിക്കണം. അതേസമയം സുശീലയുടെ വീട്ടിലേക്ക് പോലീസ് ജീപ്പ് വരുന്നു. ഇതെന്താണ് ഇങ്ങോട്ട് പോലീസ് ജീപ്പ് വരുന്നതെന്ന് ഹർഷയോട് സുശീല ചോദിക്കുന്നു. ഹർഷ പറയുന്നു, അനുപമയെ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് തെളിവെടുപ്പിന് കൊണ്ടുവന്നതാകുമെന്ന്. സുശീല പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നതാണല്ലേ സാറേ, അവളെ വേഗം ഇറക്ക്, ഞാനൊന്ന് കാണട്ടെ. മരുമകളെ ജയിലിലാക്കാൻ നിങ്ങൾ കുറെ ബുദ്ധിമുട്ടി കാണുമല്ലോ. ആരുടെയെങ്കിലും സഹായമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കിതൊന്നും ചെയ്യില്ല. ആരുടെ ഇമെയിൽ വഴിയാണ് നിങ്ങൾ അനുപമയ്ക്കെതിരെ പരാതി അയച്ചതെന്ന് എസ് ഐ സുശീലയോട് ചോദിക്കുന്നു. ഹർഷയെ നോക്കി, ഇവരെ കൊണ്ടാണോ നിങ്ങൾ പരാതി അയച്ചത്? സുശീല ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഹർഷ പറയുന്നു, അതെ സാറേ, സുശീലാന്റിക്ക് ഇമെയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പരാതി അയക്കാൻ സഹായിച്ചത്. നിങ്ങളാണോ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോൺ ചെയ്തത്? അതെ, സുശീലാന്റിക്ക് വേണ്ടിയാണ് ഞാൻ ഫോൺ ചെയ്തത്. എന്നാൽ നമുക്ക് ഇനിയും വിളിക്കേണ്ടിയും കാണേണ്ടിയും വരുമെന്ന് എസ് ഐ ഹർഷയോട് പറയുന്നു. തൽക്കാലം ഞങ്ങൾ ഇവരെ മാത്രം കൊണ്ടുപോകുന്നു. ഇവരെ പിടിച്ച് ജീപ്പിൽ കയറ്റാൻ വനിതാ പോലീസിനോട് പറയുന്നു. അത് കൊള്ളാം, ഞാൻ എന്ത് ചെയ്തു? അവൾ ചെയ്തതൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്തതായോ, വാദി പ്രതിയായോ എന്നൊക്കെ പറഞ്ഞ് സുശീല തള്ളുകയാണ്. മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് എസ് ഐ അവരെ തല്ലാൻ പോകുന്നു. വനിതാ പോലീസ് പറയുന്നു, വേണ്ട സാറേ, ഇവിടെയും ക്യാമറ കാണും. ശരിയാണ്, അടുക്കളയിൽ വരെ ക്യാമറ വെച്ച വീടാണെന്ന് എസ് ഐ പറയുന്നത് കേൾക്കുന്ന സുശീലയും ഹർഷയും സോനയും ഞെട്ടുന്നു. അങ്ങനെ സുശീലയെ പിടിച്ച് വനിതാ പോലീസ് ജീപ്പിൽ കയറ്റാൻ നോക്കുമ്പോൾ സത്യനും ശ്യാമും കൂടി അങ്ങോട്ട് വരുന്നു. എടാ സത്യ, എന്നെ പോലീസ് കൊണ്ടുപോകുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ രക്ഷിക്കടാ, എന്നെ കൊണ്ടുപോകരുതെന്ന് പറയടാ എന്ന് സുശീല പറയുമ്പോൾ സത്യൻ പറയുന്നു, അമ്മയാണ് കഞ്ഞിയിൽ കീടനാശിനി കലക്കിയതെന്ന തെളിവ് പോലീസിന് കൈമാറിയത് ഞങ്ങളാണ്. സ്വന്തം മക്കൾ തന്നെ എന്നെ ചതിച്ചല്ലേടാ എന്ന് പറഞ്ഞവർ സത്യന്റെ ഷർട്ടിൽ പിടിക്കുന്നു. ഉടനെ വനിതാ പോലീസ് അവരെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ കൂടി ആരെയും കാണാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്ന ഹർഷയോട് സത്യൻ ചോദിക്കുന്നു, നീ എന്തിനാടി ഇവിടെ വന്നത്? നീയല്ലേടി അമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നു, അവരെ വിട്ടേക്ക്. അങ്ങനെ ഹർഷ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഹർഷയാണ് സുശീലയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് സുശീലയുടെ ഫോൺ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. വിനയനാണെങ്കിൽ ചീരുവിനെ സിസേറിയൻ ചെയ്യണ്ട എന്ന് ഡോക്ടറോട് പറയുന്നു. ഡോക്ടർ അനന്തൻ മാഷിനോട് പറയുന്നു, ചീരുവിന്റെ ഭർത്താവിന്റെ കൂടി സൈൻ കിട്ടിയാലേ സിസേറിയൻ ചെയ്യൂ എന്ന്. രക്ഷപ്പെടാതെ ഗൾഫിലെ ജയിലിൽ കിടന്ന അവനെ രക്ഷപ്പെടുത്തിയ മാഷിനെ കൊണ്ട് തന്നെ അവൻ സൈൻ ചെയ്തു കൊടുക്കണമെന്ന് പറയിപ്പിക്കുന്നു. വെറുതെ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് ക്യാമറ എടുത്ത് അതിലെ വീഡിയോ എടുക്കുന്നത്. അതിന് 1 ലക്ഷം രൂപ സത്യനോട് അവൻ വാങ്ങിച്ചു. എന്നിട്ട് അത് വലിയ കാര്യമായി ഞാൻ ജോലി ചെയ്ത പണമാണെന്ന് പറഞ്ഞ് മാഷിന് കൊടുക്കുന്നു. അതിനുശേഷം ചീരുവിനെയും മക്കളെയും അവന്റെ കൂടെ വിടണമെന്ന് മാഷിനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് അവൻ സൈൻ ചെയ്തു കൊടുക്കുന്നത്. ആൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ കുറെ സ്വീറ്റ്സ് കൊണ്ടുവരുന്നു. ഇനി ആൺകുട്ടിയല്ലെങ്കിൽ വീണ്ടും ചീരുവിന്റെ കഷ്ടകാലം തുടങ്ങി. ആൺകുട്ടി ആയാലും ചീരുവിനും പെൺമക്കൾക്കും കഷ്ടകാലം തന്നെ. ഇന്ദ്രനെയും അനുപമയെയും നിരപരാധിത്വം തെളിഞ്ഞതുകൊണ്ട് വെറുതെ വിട്ടെന്ന് മാഷിനോട് രഘു വിളിച്ചു പറയുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.